Hello friends, and പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇൻഫിനിക്സിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായ ഹോട്ട് 11s ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് 4GB 64GB വേരിയന്റ് ആണ്. 4GB 128 വേരിയന്റും അവൈലബിൾ ആണ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് വീണ്ടും അത് റെഡിയാക്കി അൺബോക്സിംഗ് രീതിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻഫിനിക്സിന്റെ ഹോട്ട് 11s ഫോൺ കാണാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ്. പോളാർ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഡിസൈനാണ് ഈ ഫോണിനുള്ളത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു ചാർജറാണ്. അത്യാവശ്യം വളരെ പെട്ടെന്ന് തന്നെ ബാറ്ററി 5000 mAh ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് ടൈപ്പ് സി USB കേബിളാണ് ഈ ഫോണിന്റെ ചാർജിങ് കേബിളായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എക്സ്ക്ലബ് മെമ്പർഷിപ്പിന്റെ ഒരു കാർഡാണ് ഇതിന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സിം ഇഞ്ചക്ടർ പിന്നാണ്. പിന്നെ അതിന്റെ യൂസർ മാനുവലും വാറണ്ടി കാർഡുമാണ് അടുത്തതായിട്ട് കാണാൻ കഴിയുന്നത്. ഇതിന് ശേഷം കിട്ടുന്നത് ഒരു സ്ക്രീൻ കാർഡും ഒരു കവറുമാണ്. അപ്പോൾ കവർ നല്ലൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കവറാണ്. അപ്പോൾ സ്ക്രീൻ കാർഡ് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാൻ കഴിയാത്തത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഫോൺ തന്നെയാണിത്. അപ്പോൾ 6.78 ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കവറൊക്കെ റിമൂവ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ലുക്ക് തന്നെ ഈ ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 6.78 ഫുൾ HD LCD ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പോളാർ ബ്ലാക്ക് എന്ന കളറാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഡിസൈനിങ് ഇതിന്റെ പിറകിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിറകുവശത്തെ കവർ പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് സൈഡിലായിട്ട് ഇൻഫിനിക്സ് എന്ന ലോഗോ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വളരെയധികം അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് അതിന്റെ ക്യാമറ മൊഡ്യൂൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിറകുവശത്തായിട്ടാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ 50 MB ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ 4 LED ഫ്ലാഷ് ലൈറ്റുകൾ ഒരുമിച്ച് സെറ്റ് ചെയ്ത രീതിയിലാണ് ഫ്ലാഷ് ലൈറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 6.78 ഫുൾ HD ഡിസ്പ്ലേ ആണിത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഔട്ട്ഡോർ ഒക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു വിസിബിലിറ്റി തന്നെ ഈ സ്ക്രീനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ മെനു ഫംഗ്ഷനൊക്കെ നോക്കാം. പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ഉപയോഗപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് ടച്ചാണ് നമുക്ക് കിട്ടുന്നുണ്ട്. 90 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ് ഇതിന് ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹാൻഡി ആയിട്ടുള്ള ഒരു ഫോണാണ്. ഒന്ന് ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പം വലിപ്പം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസൈനാണ് ഇവർ ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിറകിലായിട്ടാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും ലോക്ക് സ്ക്രീൻ ബട്ടൺ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രൈസ് ചുരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക്ക് സ്ക്രീൻ ബട്ടണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുക്കാതെ പിറകു വശത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഫോണിൻ്റെ സിം ട്രേ വന്നിരിക്കുന്നത്. അപ്പോൾ ഫോണിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് സ്പീക്കർ ഗില്ലും 3.5 ഓഡിയോ ജാക്കും മൈക്കും കാണാൻ കഴിയും. അപ്പോൾ ചാർജിംഗ് ആയിട്ട് USB-C ടൈപ്പ് ചാർജിംഗ് പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത് കൊടുക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ 8 MB ക്യാമറ പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫോണിൽ വന്നിരിക്കുന്നത് ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ്, അതായത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും ആയിട്ടാണ് നമുക്ക് സ്പീക്കർ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഇയർ പീസിൻ്റെ ഭാഗത്തായിട്ടാണ് ഒരു സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ 11 വേർഷൻ അധിഷ്ഠിതമായിട്ടാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇൻഫിനിക്സിൻ്റെ തന്നെ യൂസർ ഇൻ്റർഫേസ് ആയ XOS ഡോൾഫിൻ 7.6.0 വേർഷനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ 4GB റാമും 64GB റോമുമാണ് ഈ ഫോണിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G88 എന്ന പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോസസ്സർ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലോട്ടി മെനു നോക്കാം. ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഡാർക്ക് തീം ഉൾപ്പെടെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഐ കെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഗെയിം മോഡ്, വാട്സപ്പ് മോഡ്, ബൈക്ക് മോഡ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോണിലെ കാര്യങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിനും ഒരു സ്ക്രീൻ റെക്കോർഡിംഗ്
ഫെസിലിറ്റി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ മെനുവിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുള്ള ഫെസിലിറ്റിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൽ ട്രിപ്പിൾ സ്ലോട്ട് സിം ട്രേ ആണ് നൽകിയിരിക്കുന്നത്. അതായത് 2 നാനോ സിമ്മുകളും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മെമ്മറി കാർഡും 2 സിമ്മും ഒരുപോലെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ATMയുടെ സെൽഫി ക്യാമറയ്ക്ക് ഒരു ഫ്ലാഷ് ലൈറ്റും കൂടി ഇൻഫിനിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഫ്രണ്ടിലായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഈ ഫ്ലാഷ് ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഒരു ഉപകാരപ്രദമായൊരു സവിശേഷതയാണ്. അപ്പോൾ ഈ ഫ്ലാഷ് ലൈറ്റ് തന്നെയാണ് ചാർജിങ് ഇൻഡിക്കേഷനായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 2K റെസൊല്യൂഷൻ വരെയുള്ള വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ നമുക്ക് ഓൺ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ള ലൈറ്റ് അടിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ബ്ലറായിട്ട് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഔട്ട്ഡോറിൽ എടുത്ത ഫോട്ടോസ് വീഡിയോസും കൂടി ചേർക്കാം. അപ്പോൾ ഈ ഇൻഫിനിക്സിൻ്റെ പ്രൈമറി ക്യാമറ ഉപയോഗിച്ചെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുത്തത് ഫുൾ HD ക്വാളിറ്റിയിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2K റെസൊല്യൂഷനിൽ എടുത്തതല്ല. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ ഈ ഫോൺ ഉപയോഗിച്ചെടുത്ത ഫോട്ടോസാണിത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി തന്നെ ഇതിൻ്റെ പ്രൈമറി ക്യാമറ കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഈ ഫോട്ടോത്തിന് വീഡിയോയിൽ ഉണ്ടാകുമെന്ന് അറിയില്ല. ഇപ്പോൾ റിയൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി തന്നെ ഈ ഫോട്ടോസിനൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറ പ്രൊട്ടക്ഷനുള്ള ഒരു കവർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പ്രൈമറി ക്യാമറ സ്ക്രാച്ച് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഫോണ് അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ക്യാമറയ്ക്ക് സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള കവറുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാമറയ്ക്ക് നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റിംഗ് ഹോൾഡറുകൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ക്യാമറ സ്ക്രാച്ചാൽ നിന്നും ഒഴിവായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഫോൺ വെക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ ആ സർഫേസ് തട്ടി സ്ക്രാച്ച് വരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുന്നതാണ്. ഇതുപോലുള്ള റിംഗ് ഹോൾഡറുകൾ നമ്മൾ ഇതുപോലുള്ള കവർ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഫോൺ പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം ഒരു 10 ദിവസത്തിന് മുകളിലായി. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തു. അപ്പോൾ വലിയ രീതിയിലുള്ള ഹാങ് ഇഷ്യൂ, ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ MediaTekൻ്റെ Helio G88 എന്ന പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഉള്ള പ്രോസസ്സറാണ്. അപ്പോൾ PUBG പോലുള്ള ഗെയിമൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കളിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഇത് ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ബഡ്ജറ്റ് പ്രൈസിനനുസരിച്ചുള്ള ക്വാളിറ്റിയും ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ 2 വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. 4GB 64GBക്ക് 10,999 രൂപയും അതുപോലെ തന്നെ 4GB 128GBക്ക് 11,999 രൂപയാണ് ഓൺലൈനിലെ വില. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വിശേഷമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.